ബത്തേരിക്കടുത്ത് മലങ്കരയിൽ. മലയാള ഉത്തരാധുനിക കവികളിൽ പ്രമുഖനാണ് പി രാമചന്ദ്രൻ. മലപ്പുറം ജില്ലയിലെ വട്ടംകുളത്ത് 1962 ജനിച്ച ഇദ്ദേഹം പൊന്നാനി AV ഹൈസ്കൂളിൽ അധ്യാപകനായിരുന്നു. മലപ്പുറം ജില്ലയിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവ പ്രവർത്തകനാണ് ഇദ്ദേഹം. കവിതാരചനയോടൊപ്പം അമേച്ചർ നാടക പ്രവർത്തകൻ, ബ്ലോഗർ, വെബ് മാസിക പത്രാധിപർ എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ്. മലയാളത്തിൽ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന വാക്കിന് തുല്യമായി തിരമൊഴി എന്ന പദം സൃഷ്ടിച്ചത് ഇദ്ദേഹമാണ്. രണ്ടായി മുറിച്ചത്, കാണേ കാണേ എന്നിവ ഇദ്ദേഹത്തിൻ്റെ 2 കവിതാ സമാഹാരങ്ങളാണ്. കാണേ കാണേ എന്ന കവിതാ സമാഹാരത്തിന് 2002 കേരള സാഹിത്യ അക്കാദമി അവാർഡും കാറ്റേ കടലേ എന്ന കവിതാ സമാഹാരത്തിന് 2013 പി കുഞ്ഞിരാമൻ നായർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. കൂടാതെ കലംകാരി, ലളിതം, പി രാമചന്ദ്രൻ്റെ കവിതകൾ, പേക്രോം എന്നിവ മറ്റ് കവിതാ സമാഹാരങ്ങളാണ്. കൂടാതെ നല്ല മാഷല്ല ഞാൻ എന്ന ലേഖന സമാഹാരവും പാതാളം, മരക്കുതിര, സൈക്കിളു ചവിട്ടാൻ എന്ന ബാലസാഹിത്യകൃതികളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. മലയാളത്തിലെ പുതുകവിതയ്ക്കായി ഹരിതകം.com എന്നൊരു വെബ് ജേണൽ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പി രാമചന്ദ്രൻ്റെ കാറ്റേ കടലേ എന്ന കവിതാ സമാഹാരത്തിലെ കവിതയാണ് ബത്തേരിക്കടുത്ത് മലങ്കരയിൽ. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരാണല്ലേ. ഈ ബത്തേരി എന്ന് പറയുന്നത് വയനാട് ജില്ലയിലുള്ള സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന പ്രദേശത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ വയനാട് ജില്ലയിലെ ബത്തേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പ്രദേശമാണ് മലങ്കര. ബത്തേരി, മലങ്കര എന്ന് പറയുന്നത് 2 സ്ഥലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. കവിത ഇങ്ങനെയാണ്: ബത്തേരിക്കടുത്ത് മലങ്കരയിൽ സുഹൃത്തിൻ്റെ വാടക വീടിൻ വരാന്തയിലിരുന്ന് കാണുന്നു ദൂരെ നെൽപ്പാടം, കണ്ണു നിറഞ്ഞു. അപ്പോൾ ഇവിടെ കവി വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന പ്രദേശത്തുള്ള മലങ്കര എന്ന് പറയുന്ന സ്ഥലത്തുള്ള തൻ്റെ ഒരു സുഹൃത്തിൻ്റെ വാടക വീടിൻ്റെ വരാന്തയിലിരുന്ന് ദൂരെയുള്ള നെൽപ്പാടം ഇങ്ങനെ നോക്കിക്കാണുകയാണ്. ആ കാഴ്ച അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയിച്ചു. ഈ കണ്ണ് നിറഞ്ഞു എന്ന് പറയുന്ന ഈ ഒരു വാക്കിന് 2 അർത്ഥമുണ്ടല്ലേ. സാധാരണഗതിയിൽ നമ്മൾ കണ്ണ് നിറഞ്ഞു എന്ന് വെച്ചാൽ സങ്കടം കൊണ്ട് കണ്ണ് നിറഞ്ഞു എന്നൊരു സൂചനയുണ്ട്. പിന്നെയോ സന്തോഷവും കൊണ്ട് കണ്ണ് നിറയാം. പിന്നെയോ ഈ നെൽപ്പാടം ഇദ്ദേഹത്തിൻ്റെ കണ്ണ് നിറച്ചു, കണ്ണിനൊരു കുളിർമ നൽകി എന്നൊക്കെ സൂചനയുണ്ട്. അത്തരത്തിൽ മനോഹരമായിട്ടുള്ള നെൽപ്പാടം ഇങ്ങനെ അദ്ദേഹം നോക്കി നിൽക്കുകയായിരുന്നു. എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത്! ഞാറ്റടി പച്ച, ചാറ്റൽ മഴ, ചേറിൻ ചൂര്, പോത്തുകൂട്ടും കുറുമർ, കാക്കകൾ, കൊക്കുകൾ. കവി ഉണർന്നു. അങ്ങനെ വരാന്തയിലിരുന്ന് കാഴ്ചകൾ കാണുന്ന കവി കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാറ്റടി പച്ച, ചെറിയ ഞാറിൻ്റെ പച്ചപ്പ്. ചാറ്റൽ മഴ. ഇവിടെ എന്താണ് ഈ ചാറ്റൽ മഴ? ഈ ചാറ്റൽ എന്ന് പറയുന്ന വാക്ക് പ്രത്യേകം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ചാറ്റൽ മഴ പറഞ്ഞാൽ നമുക്കറിയാം സാധാരണഗതിയിൽ ചെറിയ മഴ അല്ലേ. പിന്നെ ചേറിൻ്റെ ചൂര് എന്ന് വെച്ചാൽ മണം. പോത്തിനെ പൂട്ടുന്ന കുറുമറുണ്ട്. കുറുമർ എന്ന് വെച്ചാൽ ഒരു ദളിത് വിഭാഗമാണ്, വയനാട്ടിലുള്ള ആദിവാസി വിഭാഗമാണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? നെൽപ്പാടത്തിങ്ങനെ പോത്തിനെ പൂട്ടുന്നുണ്ട്. കാക്കകളെ കാണാൻ പറ്റുന്നുണ്ട്, കൊക്കുകളെ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കഥ എഴുതുന്ന അല്ലെങ്കിൽ ഒരു കവിത എഴുതുന്ന കവിക്ക് എന്ത് സംഭവിക്കും? മനസ്സിലൊരു ആശയം വരും, അല്ലെങ്കിൽ ഒരു കവിത ഇങ്ങനെ ഉണരും അല്ലേ. അപ്പോൾ ഈ കവിയുടെ മനസ്സിങ്ങനെ ഉണർന്നു. എന്തിനായിരിക്കും ഉണർന്നിട്ടുണ്ടാവുക? അതേ, കവിത എഴുതാൻ. പക്ഷേ നമ്മുടെ കവി എന്താണ് ചെയ്തത് എന്ന് അടുത്ത വരിയിൽ നോക്കാം. മനയോല തേച്ച് മുഖം കാട്ടി ചുട്ടിക്കു മലർന്നു കിടക്കുകയല്ലേ മലനാട്ടുമണ്ണ്. ഈ മനയോല, ചുട്ടി തുടങ്ങിയ പദങ്ങളൊക്കെ എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്? നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും അല്ലേ. അത് നമ്മുടെ കേരളീയ ക്ലാസിക് കലാരൂപമായിട്ടുള്ള കഥകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദങ്ങളാണ് മനയോല, ചുട്ടി തുടങ്ങിയവ. ഈ കഥകളിയിൽ മുഖത്തെഴുത്തിന് ഉപയോഗിക്കുന്ന മഞ്ഞ നിറത്തിലുള്ള ഒരു ധാതുവാണ് മനയോല എന്ന് പറയുന്നത്. ഈ മനയോല തേച്ചതിന് ശേഷം പച്ച, കത്തി, കരി, താടി, മിനുക്ക് തുടങ്ങിയിട്ടുള്ള വേഷങ്ങൾ ചുട്ടികുത്താറുണ്ട്. ഇവിടെ നമുക്ക് ലഭിക്കുന്ന ആശയം എന്ന് വെച്ചാൽ ഈ മലനാട്ടുമണ്ണ് അല്ലെങ്കിൽ കേരളീയ ഭൂപ്രകൃതി കൃഷിക്കായിട്ടൊരുങ്ങി ചുട്ടികുത്താനായി കാത്തു നിൽക്കുന്നു വെച്ചാൽ പുതിയ മുളനാമ്പുകൾക്കായിട്ട് കാത്തു നിൽക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാം. അതുകൂടാതെ തന്നെ ഇവിടെ കേരളീയ ഭൂപ്രകൃതിയും പച്ചപ്പും പിന്നെ അതുപോലെ തന്നെ കേരളീയ കലാരൂപങ്ങളുടെ സമൃദ്ധിയും ഒക്കെ കവി സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പച്ചയിൽ കുളിച്ച് കലാരൂപങ്ങളുടെ സമൃദ്ധിയിൽ കേരള ഭൂമി മുഖം കാണിക്കുന്നു എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അത്തരത്തിൽ ഇങ്ങനെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട കവി അടുത്ത നിമിഷം എന്താണ് ചെയ്തത്? പേനയെടുത്ത് എഴുതാനിരുന്നോ? നമുക്ക് നോക്കാം. ക്യാമറ തുടരെ ക്ലിക്കി. ഇവിടെ ക്ലിക്കി എന്നുള്ള വാക്കുകളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പൊൻതൂലിക വിറ്റു കിടിലൻ ഫോണൊന്നു വാങ്ങിച്ചു ഞാൻ, ഞൊടിയിൽ പടം അപ്ലോഡ് ചെയ്തു. അതും അടിവരയിട്ട് പഠിക്കേണ്ട ഒരു വാക്ക് തന്നെയാണ്. ഈ കാഴ്ച കണ്ടപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്? തൻ്റെ പേനയെടുത്ത് എഴുതുകയൊന്നുമല്ല ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറ എടുത്ത് തുടരെ ആ ഫോട്ടോ പകർത്താനാണ് ശ്രമിച്ചത്, പകർത്തുകയാണ് ചെയ്തത്.
ആ ക്യാമറ എങ്ങനെയാണ് വാങ്ങിച്ചത്? പൊൻതൂലിക വിറ്റു കിടിലൻ ഫോണൊന്നു വാങ്ങിച്ചു ഞാൻ. അദ്ദേഹം എഴുതാൻ ഉപയോഗിച്ചിരുന്ന സ്വർണ്ണ പേന, തൂലിക എന്ന് വെച്ചാൽ എഴുതാൻ ഉപയോഗിച്ചിരുന്ന പേന അദ്ദേഹം വിറ്റിട്ട് എന്ത് ചെയ്തു? കിടിലൻ ഫോൺ എന്നാണ് പറയുന്നത്. മനോഹരമായിട്ടുള്ളത്. തൂലികേനേക്കാളും കിടിലനാണ് എന്ത്? ഫോൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. കാലം മാറിയില്ലേ? ടെക്നോളജിയാണ് നമ്മളെ ഭരിക്കുന്നത്. അതിൻ്റെ ഒരു മാറ്റം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനും സാധിക്കുന്നത്. എന്നിട്ടോ തുടരെ ഫോട്ടോ എടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അപ്പം തന്നെ ഞൊടിയിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പടം അപ്ലോഡ് ചെയ്തു. ഈ അപ്ലോഡ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക എന്നൊക്കെയുള്ള വാക്കുകൾ പുതിയ ജനറേഷൻ്റെ വാക്കുകളാണല്ലേ, നമ്മൾ നിരന്തരം കേൾക്കുന്ന വാക്കുകളാണ്. അപ്ലോഡ് ചെയ്ത പാടെ എന്ത് സംഭവിച്ചു? വന്നു കമൻറ്റുകൾ തിരുതകൃതിയായി ചാറ്റൽ. ഞാൻ മുമ്പ് ഒരു ചാറ്റലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അത് അടിവരയിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെയും ഒരു ചാറ്റൽ വന്നു. മുൻപ് പറഞ്ഞത് ചാറ്റൽ മഴയാണല്ലേ. നമ്മുടെ കേരളത്തെ മനോഹരമാകുന്ന, നമ്മുടെ കാലാവസ്ഥയിൽ വളരെയധികം പങ്കുവഹിക്കുന്ന ഈ ചാറ്റൽ മഴയെക്കുറിച്ചാണ് മുമ്പ് പറഞ്ഞത്. ആ ചാറ്റൽ മഴ ഇവിടെ എന്തായി? തിരുതകൃതിയായി ചാറ്റൽ. ഇവിടുത്തെ ചാറ്റൽ എന്താണ്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള മെസ്സേജുകളും കമൻറ്റുകളും ഒക്കെയാണ് അല്ലേ. അപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത പാടെ ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫോണിലോട്ട് വരാൻ തുടങ്ങി. എന്തൊക്കെ കമൻറ്റുകളാണ് വന്നത്? വയനാട്, ഇല്ല പോയിട്ടില്ല പച്ചകൾ, തൂങ്ങിയിട്ടില്ല കർഷകർ, ഉണ്ട് ചിലതെങ്കിലും ബാക്കി, ഈ ചിത്രം സാക്ഷി. ഒരാൾ പറഞ്ഞു വയനാട് അതിമനോഹരമാണ്, പച്ചപ്പൊന്നും അവിടുത്തെ പോയിട്ടില്ല. മറ്റൊരാൾ പറഞ്ഞു കർഷകർ ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്, കർഷകർ ആത്മഹത്യയൊന്നും ചെയ്തിട്ടില്ല, ബാക്കിയുണ്ട്, എന്തൊക്കെയോ ചില കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്, ഈ ചിത്രം എന്ന് പറയുന്നത് അതിനൊക്കെ സാക്ഷിയാണ് എന്നുള്ള പലതരത്തിലുള്ള കമൻറ്റുകൾ ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പോൾ വേറൊരാൾ പറഞ്ഞു, മാഷേ നമുക്കെന്തെങ്കിലും ചെയ്യണം, നാളേക്കൊരു തുണ്ട് പച്ചപ്പെങ്കിലും നിർത്തണം, ഈ പടമെടുക്കാനിരുന്ന വീടും കുടിയിരിപ്പും എത്ര സെൻറ്റ് വരും, നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ നെൽപ്പാടം നോക്കി എല്ലാം മറന്ന് വരാന്തിയിൽ ചാരിയിരിക്കണം, മാഷ് ചോദിക്കൂ എത്ര കൊടുക്കണം. അപ്പോൾ ഫോണിന് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യും, അല്ലെങ്കിൽ ഭൂമിയെ സംരക്ഷിക്കണം, പച്ചപ്പിനെ സംരക്ഷിക്കണം എന്ന് പറയുകയല്ലാതെ അതിനു വേണ്ടി തുനിഞ്ഞ ഒരാളും ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യുന്നില്ല? പ്രകൃതിയെ സംരക്ഷിക്കാനോ ഭൂമിയെ സംരക്ഷിക്കാനോ ഒന്നും വരുന്നില്ല. സംരക്ഷിച്ച് നിർത്തുന്ന പ്രദേശങ്ങൾ കൈക്കലാക്കാൻ ആവശ്യത്തിലധികം പണം അവർക്കുള്ളത് കൊണ്ട് തന്നെ പൈസ കൊടുത്ത് അത് മേടിക്കുക എന്നൊരു ചിന്ത മാത്രമേ ഇന്നത്തെ ലോകർക്കുള്ളൂ. അതിനെയൊക്കെ വിമർശനാത്മകമായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ് കവി ചെയ്യുന്നത്. അപ്പോൾ ഈ അപ്ലോഡ് ചെയ്തിട്ടുള്ള കവിയോട് ആ ഭൂമിക്കും ആ സ്ഥലത്തിനും ഒക്കെ എത്ര രൂപ വിലയാകുമെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഈ നാട്ടിലെ പച്ചപ്പും മഴയും മണ്ണും ഒക്കെ മറന്നിട്ട് വിദേശത്തൊക്കെ പോയിട്ട് ജോലി ചെയ്തിട്ട് അദ്ദേഹം പറയുകയാണ്, ഇനി എപ്പോഴെങ്കിലും നാട്ടിൽ വരുന്ന സമയത്ത് ഇങ്ങനെ നെൽപ്പാടമൊക്കെ നോക്കി എല്ലാം മറന്ന് വരാന്തയിൽ ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹം. ഈ ആഗ്രഹം വിദേശത്തിരുന്ന് പറയുന്നതിനേക്കാളും നല്ലത് നമ്മുടെ നാട്ടിൽ തന്നെ ജീവിച്ച് നമ്മുടെ പ്രകൃതിയെയും ഒക്കെ സംരക്ഷിച്ച് ജീവിക്കുന്നതല്ലേ നല്ലത് എന്നൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അനേകരാണ്, ഈ മലങ്കര 7 വൻകരയുമാണ്, ഈ വരാന്ത ജിദ്ദയിലോ ഷാർജയിലോ സിംഗപ്പൂരിലോ ന്യൂയോർക്കിലോ. അപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ നെൽപ്പാടവും നോക്കി ഇരുന്ന കവി ഇപ്പോൾ ഒറ്റയ്ക്കാണോ? അല്ല, അദ്ദേഹത്തിന് ചാറ്റാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. അദ്ദേഹം അനേകരാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. 7 വൻകരയിലുള്ള ആൾക്കാരുമായിട്ട് ഇപ്പോൾ ചാറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ വരാന്തയിലിരിക്കുന്ന കവിക്ക്, അല്ലെങ്കിൽ ആ കവി ഇപ്പോൾ ജിദ്ദയിലാണോ ഷാർജയിലാണോ സിംഗപ്പൂരിലാണോ ന്യൂയോർക്കിലാണോ എവിടെയാണെന്ന് ഒരു നിശ്ചയമില്ല. കാരണം എന്താണ്? എല്ലാ ലോകവുമായിട്ട് നമുക്ക് ഞൊടിയിടയിൽ ഒറ്റ വിരൽ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാര്യങ്ങൾ കൈമാറാനും അറിയാനും ഒക്കെ സാധിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിലും നമുക്ക് ചുറ്റും അനേകരുണ്ട് എന്നൊരു തോന്നലും കൂടെ അവിടെ കവിക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ഇതാ ഈ ലോകത്തിൻ്റെ അവതാരമൂർത്തി ചോദിക്കുന്നു, പറയൂ മലകളെ മരങ്ങളെ കുറുമരെ കുറിച്യരെ, നിങ്ങൾ ആകെ എത്ര GB? ഈ GB എന്നുള്ള വാക്കൊക്കെ നിങ്ങൾക്ക് സുപരിചിതമാണല്ലേ. അങ്ങനെ ഈ ചാറ്റുകളും മറ്റുമൊക്കെ തകൃതിയായിട്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ ലോകത്തിൻ്റെ അവതാരമൂർത്തി ചോദിക്കുകയാണ്, പറയൂ മലകളെ മരങ്ങളെ കുറുമരെ കുറിച്യരെ, നിങ്ങൾ ആകെ എത്ര GB? ഈ GB എന്ന് പറയുന്നത് നമ്മളൊരു ഫോൺ വാങ്ങിച്ചാൽ ചോദിക്കാറുണ്ട് ഇത് എത്ര GB ആണ്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് എത്ര GB ആണ്, അങ്ങനെയൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഭൂമിയിൽ മലകളും മരങ്ങളും കുറുമര് കുറിച്യര് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഓരോ ജനവിഭാഗങ്ങളാണല്ലേ. അപ്പോൾ അവരൊക്കെ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഈ ഘടകങ്ങളൊക്കെ ഇനി ഈ ഭൂമിയിൽ ആകെ എത്രമാത്രം ഉണ്ട് എന്നുള്ളൊരു ചോദ്യം ചിഹ്നമാണ് അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വികസനം എന്ന് പറയുന്ന പേരിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ സമ്പത്തുകളും അല്ലെങ്കിൽ എല്ലാ നന്മകളും എല്ലാ കാഴ്ചകളും പ്രകൃതി തന്നെയും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിൽ വികസനം നല്ലതാണ്. അത് എങ്ങനെയുള്ള വികസനമാകണം? ഒരു സുസ്ഥിര വികസനമാകണം അല്ലേ. എല്ലാത്തിനെയും നിലനിർത്തിക്കൊണ്ടുള്ള വികസനമാണ് നമുക്ക് ആവശ്യം. മനുഷ്യർ തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മരങ്ങൾ നശിപ്പിക്കുന്നു, മലകളെ നശിപ്പിക്കുന്നു, കുന്നു നശിപ്പിക്കുന്നു, പുഴയെ നശിപ്പിക്കുന്നു.
ആരുടെയൊക്കെയോ ശ്രമഫലമായിട്ട് ചിലയിടങ്ങളിൽ മാത്രം നിലനിൽക്കുന്ന ഈ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക, അങ്ങനെ പൈസ ഉണ്ടാക്കുക എന്നൊരു ചിന്തയല്ലാതെ അതിനെ സംരക്ഷിക്കണം എന്നൊരു ചിന്ത ആർക്കും ഇന്നില്ല. അതുതന്നെയാണ് കവി അവസാന ഭാഗത്ത് ചോദിക്കുന്നത്. മലകളെ, മരങ്ങളെ, കുറുമരെ, കുറിച്ചിരെ, നിങ്ങൾ ആകെ എത്ര GB? നിങ്ങൾ എത്ര GB ആണ് ആകെ ഇവിടെ ബാക്കിയുള്ളത്? അല്ലെങ്കിൽ നിങ്ങൾ നിലവിലുള്ളതിൽ എത്ര GB ആണ് നിങ്ങൾ ഉള്ളത് എന്നൊരു വലിയൊരു ചോദ്യം തന്നെയാണ് കവി ഇവിടെ ചോദിച്ച് കവിത അവസാനിപ്പിക്കുന്നത്.